ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന ഹല്ലേലൂയ വചനം ഇതാണ്. ഹല്ലേലൂയ സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ്. ഞാൻ വേഗം വായിച്ച് നമുക്ക് വചനത്തിലേക്ക് കിടക്കാം. കർത്താവിന്റെ ദാസൻ 8:30 നമുക്ക് കൊടുക്കാനുള്ളതാ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്ന് ഗോത്രം ഗോത്രമായി സകല ഗോത്ര പ്രഭുക്കന്മാരോടും ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തന്റെ വടിമേൽ അവന്റെ പേർ എഴുതുക. ലേവിയുടെ വടിമേലോ അഹരോന്റെ പേർ എഴുതണം. ഓരോ ഗോത്ര തലവിനും ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന ഇടമായ സാക്ഷ്യത്തിന്റെ മുമ്പാകെ അവയെ വെക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. ഹല്ലേലൂയ. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഇവിടെ ഒരു പൗരോഹിത്യ ശുശ്രൂഷയാണ്. ദൈവം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിളിയും അഭിഷേകവും സന്ദേശവും എല്ലാം ഹല്ലേലൂയ നിരന്തരം അത്ഭുതകരമായി സ്ഥിരീകരിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമത്തില് ദൈവം ലേവ്യരെ തന്റെ പുരോഹിതന്മാരായി തെരഞ്ഞെടുത്തത് ദൈവത്തെയും മനുഷ്യരെയും ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഇത് ഇസ്രായേലിയരുടെ ഇടയില് പിറുപിറുപ്പ് ഉണ്ടാക്കി. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തവരുടെ മേലുള്ള അവരുടെ മത്സരം ഹല്ലേലൂയ കൂടിയപ്പോൾ കർത്താവ് ഹല്ലേലൂയ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോ വടി ഹല്ലേലൂയ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവെക്കുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരെയും കർത്താവ് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ എല്ലാ തെരഞ്ഞെടുപ്പ് ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്നുള്ളതാണ്. ഒരു മനുഷ്യനുമല്ല നമ്മളെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ഇവിടെ ഈ അഹരോനെ ശുശ്രൂഷയ്ക്കായിട്ട് പുരോഹിതനായിട്ട് ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് ദൈവം തെരഞ്ഞെടുക്കുവാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ അഹരോന് വിരോധമായിട്ട് 12 ഗോത്രത്തിലുള്ള പ്രഭുക്കന്മാരും എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുവാണ്. ഹല്ലേലൂയ. അവരാരെയാണ് തള്ളിയത്? ദൈവത്തിന് വായായി തീർന്ന അഹരോനെയാണ് അവർ തള്ളിയത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹലബ ശന്തരബ. യഹോവ മോശയോട് പറഞ്ഞു, അഹരോന്റെ വടി മത്സരികൾക്ക് ഒരു അടയാളമായിരിക്കും. അഹരോന്റെ വടി മത്സരികൾക്ക് ഒരു അടയാളമായിരിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഈ ഗ്രഹബൂത്ത് ഗ്രൂപ്പിലുള്ള ചിലരെ ദൈവമക്കളെ ഹല്ലേലൂയ കർത്താവ് ചിലർക്ക് അടയാളമാക്കി നിർത്താൻ പോവുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഹല്ലേലൂയ നമ്മൾ നോക്കാം, അഹരോനെ ആ പുരോഹിത ശുശ്രൂഷയ്ക്ക് നമ്മുടെ മോശയുടെ കൂടെ വായായിട്ട് വിളിച്ച ഒരാളാണ് അഹരോൻ. ഹല്ലേലൂയ. അഹരോന് വിരോധമായിട്ട് ജനം മുഴുവൻ പിറുപിറുക്കുവാണ്, എഴുന്നേൽക്കുവാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അടയാളമാക്കി നിർത്തിയാൽ ആർക്കും നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഒരു ശത്രുവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ലോകക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, നിങ്ങളെ കർത്താവ് ഹല്ലേലൂയ ചിലർക്ക് അടയാളമാക്കി വെക്കാൻ പോകുന്നു. എന്താണ് ഈ വടി? ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ അഹരോനെ ആ കൂട്ടത്തിലുള്ള ആർക്കും ഇഷ്ടമല്ലായിരുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. പുള്ളി ദേവി ഗോത്രത്തിനകത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. ചിലതൊക്കെ ചെയ്യാൻ ദൈവം നിർത്തി. വചനം പറയുന്നു ഹല്ലേലൂയ പലരും എന്താ പറയാ കുറ്റപ്പെടുത്തി, പിറുപിറുത്തു. ഹല്ലേലൂയ. സകല ഗോത്രങ്ങളിൽ വെച്ച് ആ ഒരു നല്ല ലിസ്റ്റിൽ പോലും ഹല്ലേലൂയ അഹരോന് ഒരു പേരില്ല. ഹല്ലേലൂയ. അതുപോലെയാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ. ഹല്ലേലൂയ. നമ്മൾ എത്ര കർത്താവിന് വേണ്ടി ഓടിയാലും എത്രയൊക്കെ നന്മകൾ ചെയ്താലും പലപ്പോഴും നമ്മളെ നമ്മുടെ ജീവിതത്തിൽ പലയിടത്തും നമ്മൾ ഒറ്റപ്പെടുത്തുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇവിടെ
12 ഗോത്രത്തെ ഹാലലിയ കർത്താവ് തെരഞ്ഞെടുത്തു. ഈ 12 ഗോത്രത്തിലുള്ളവരും കൂടി അഹരോന് വിരോധമായി നിൽക്കുവാൻ, ആ ലീഡർഷിപ്പിന് അഗൻസ്റ്റ് ആയിട്ട്, ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ആ ലീഡർഷിപ്പിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു വ്യക്തി എഴുന്നേൽക്കാൻ സ്വർഗത്തിലെ കർത്താവ് അനുവദിക്കത്തില്ല. ദൈവമക്കളെ ഹല്ലേലൂയ റിഖാലാബ്രാസ്യ, ദൈവമക്കളെ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ, ദൈവത്തിന് വേണ്ടി നിങ്ങൾ എത്ര പ്രതികൂല, പരിശുദ്ധാത്മ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, എത്ര പ്രതികൂലം ഉണ്ടെങ്കിലും നമുക്ക് വിരോധമായി എത്ര കൊടുങ്കാറ്റടിച്ചാലും നമ്മൾ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് രാത്രി ചോദിക്കുക, അല്ല നമ്മുടെ പ്രതികൂലം കണ്ട്, നമുക്ക് വിരോധമായി നിൽക്കുന്ന കൊടുങ്കാറ്റിനെ കണ്ട് ഭയന്ന് ഹല്ലേലൂയ ദൈവ പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കുന്നവരാണോ നമ്മള്? ഇന്ന് രാവിലെ നമ്മള് മോർണിംഗ് ഡിവോഷനിൽ ഹല്ലേലൂയ നമ്മള് ധ്യാനിച്ച വചനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇറ്റ് വാസ് ഐസിയ 11:1. Hallelujah. Rikalabrasya Narabashandarave Udaragadigasya. എന്താണ് ഹാലേലൂയ? ഒരു എന്താ പറയാ, ഒരു മുള പൊട്ടി പുറപ്പെടും അല്ലെ? ഹാലേലൂയ. വചനം നമുക്ക് വായിക്കാം. ഹാലേലൂയ. എന്നാൽ ഇശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. ഹാലേലൂയ. അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഹാലേലൂയ. ദൈവങ്ങളെ, ഒരു പക്ഷേ നമ്മളെ നോക്കി ഹാലേലൂയ അസ്ഥിത്താഴ്വരയിൽ കിടക്കുന്ന അവസ്ഥ പോലെ നമ്മളെ നോക്കി ചുറ്റുമുള്ളവർ പറയുന്നുണ്ടായിരിക്കും, ഹാലേലൂയ ഇതിനി കിളിർക്കാനൊന്നും പോകുന്നില്ല, ഇതിനി ജീവിക്കാനൊന്നും പോകുന്നില്ല. ഹാലേലൂയ. ഓ, ഇവരെന്നും ഈ വിഷയത്തിന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്നു, God is going to hallelujah ഊതാമ്പോ നിങ്ങളുടെ ആ ഡെഡ് ആയിട്ട് കിടക്കുന്ന അസ്ഥിയുടെ അവസ്ഥയിലുള്ള ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ലൈഫ് വ്യാപരിക്കാൻ പോവുക. ഓ, സങ്കീർത്തനം 3:3 പറഞ്ഞോ, യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വം എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഹല്ലേലൂയ. ഓ റിക്കോറസ്യ വശമാക്കി പറയും, ദൈവം ചിലരെ ഉയർത്തുന്നു, ചിലരെ താഴ്ത്തുന്നു. ചിലർ ഹാലേലൂയ അപമാനത്തിൽ നിന്നയിലും താഴ്ന്നിരിക്കുന്നെങ്കിൽ ഓരോ ദിവസം നിന്റെ വാടി തളർത്താൻ പോവുക. ഓ, കർത്താവിന്റെ സമയമാകുമ്പോൾ ഹാലേലൂയ ഇനിയും അത് ജീവനില്ലാതെ അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. ദൈവമക്കളെ, ഈ ദിവസം നമ്മൾ കേട്ട് സൂപ്പർനാച്ചുറൽ മിറക്കിൾസ് എല്ലാം കേട്ട് മനുഷ്യർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഹാലേലൂയ ജീവൻ വെക്കത്തില്ലാന്ന്, ഓ രാമാന ശകരമ ശ്വസിക്കത്തില്ലാന്ന്, എഴുന്നേക്കത്തില്ലാന്ന്, സംസാരിക്കത്തില്ലാന്ന്, അധരാലവ ശന്തരവേ സകലത്തെ ജയിക്കുന്നവനാണ്, മരണത്തെ ജയിച്ചവനാണ്. ഓ, നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഉദാരക ദിവസ്യ റീഖാൽ അവസന്തരമേ അധരവൈവരവ ശന്തരവേ റീഖാൽ അവരവ സന്തരവേ. മരിച്ചവരെ ആളിൽ നിന്ന് ഉയർപ്പിച്ച യേശു കർത്താവിനെ ഉയർപ്പിച്ച ഉയർപ്പിന്റെ ശക്തി നമ്മുടെ നിർജീവമായ അവസ്ഥകളെ ഇന്ന് രാത്രി ജീവിപ്പിക്കാൻ പോവുക. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഓ റീബാര ശകരമ. മനുഷ്യൻ ഡെഡ് എന്ന് പറയുന്നത്, ഡോക്ടേഴ്സ് നോ എന്ന് പറയുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോവുക. അത്തരാലപതി ജീവിക്കാൻ പോവുക. എല്ലാം ആ ജീവൻ ഇല്ലാത്തതിന്റെ മേലെല്ലാം ഹല്ലേലൂയ റിഖാലാവര ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് അതിൽ ജീവൻ വെക്കാൻ പോവുക. ആരാമ ഷേഖോ റസിഖാരാമ. എത്ര ചവിട്ടി താഴ്ത്തിയാലും എത്ര ഒതുക്കാൻ നോക്കിയാലും ദൈവമക്കളെ, ഓ റീമാര ഷേഖോ റസിഖാരാമ ആർക്ക് നിങ്ങളെ ഒതുക്കാൻ കഴിയത്തില്ല. ദൈവം തെരഞ്ഞെടുത്തതാണോ? ഹല്ലേലൂയ. ഓ, your head will be lifted up. ഉദാരക ദിവസ്യ മത്സരിച്ചവരുടെ നടുവിൽ ഒരു തളർപ്പുണ്ടാകും. ഉദാരക ദിവസ്യ റീഖാൽ അവസന്തരമേ അധലാരവ ശന്തരമ. അവരുടെ നടുവിൽ നമ്മൾ ഒരു അടയാളമായി തീരുവാൻ പോവുക. നീ നിന്ദിക്കപ്പെട്ടോ, അവഗണിക്കപ്പെട്ടോ, ഓ റീഖോർ അഹരോനോട് കർത്താവ് പറയുക, ഓ നിന്റെ വടിയുമായി നീ ആലയത്തിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുക. റീമാരവ സന്തരമേ. ഓ, നീ ഒറ്റപ്പെട്ട് ഒതുക്കപ്പെട്ട് പ്രാർത്ഥന മൊഴിയിൽ ഹല്ലേലൂയ ഓ മുടങ്ങാൻ മടക്കാൻ പോലും കഴിയാതെ ഇന്ന് രാത്രി ആയിരിക്കുന്ന അവസ്ഥയിൽ ഹാലേലൂയ നിന്റെ സീസൺ ഇന്ന് രാത്രി മാറാൻ പോവുക. ഊടാലാബ ശകലബ ഓറിദിബികെ ശിഖോ റസിഖാലാബ. ദേശം കാണാൻ പോ, നിന്റെ ഭവനക്കാര് കാണാൻ പോവാ, നിന്റെ ചാർച്ചക്കാര് കാണാൻ പോവുക. ഓ, നിന്റെ വടി തളർക്കുന്നത് ഉദാരക ദിവസ്യ റീഖാൽ അവസന്തരമേ
അക്കലാരവ ശന്തരമേ റിക്കോ രവസന്തരമ ഓ റിക്കോ റസിഖാലമ ഓ ആ കൂടാരത്തിനകത്ത് എല്ലാ വടികളെ കൊണ്ടുവയ്ക്കാൻ സ്വർഗത്തിലെ കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. ഓ റിക്കോ റസിഖാലമ ലോകം തരാത്ത മാന്യതകൾ, സമൂഹം തരാത്ത മാന്യതകൾ, ഹല്ലേലൂയ, ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ മാറ്റാൻ പോവുക. ഓ റിക്കോ റസി കർത്താവ് പറഞ്ഞു എല്ലാ വടിയും കൂടെ എടുത്ത് കൂടാരത്തിൽ വെക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഓ റിബ റസിയ ദരാവിഖരബ ചുറ്റുമുള്ള ജനം ഹല്ലേലൂയ എവിടെയാണ് അവള് ആളിൽ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം, അവളെ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്ന എനിക്കൊന്ന് കാണണം. വെല്ലുവിളിച്ചിരിക്കുന്ന ദുഷ്ടന്റെ തീയമ്പുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു പോട്ടെ, നിർവീര്യമാവട്ടെ. In the mighty name of Jesus Christ. റീമാന അഭിഷേകോ റസിഖാലമ ഓ തളർപ്പ് ഹല്ലേലൂയ. ഓ അഹരോന്റെ വടി തളർക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഗോത്രത്തിലുള്ള പ്രഭുക്കന്മാർ വിചാരിച്ചില്ല ദൈവമക്കളെ. ഉദാരഗതികസ്യ വികാരവസന്തരമ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് എത്ര ഉണങ്ങിയ വടിയും അവിടെ കിളിർക്കും. ആലയിൽ ഇലകൾ വരും, പൂക്കൾ വരും. ആലയിൽ അതിൽ ബദാം ഹാലയിലെ കായ്കൾ ഉണ്ടാകും. ഉദാരഗതികസ്യ you are going to become fruitful. 2026 കടക്കുന്നതിന് മുന്നേ തന്നെ ഹാലയിൽ എന്റെ സാക്ഷ്യമാണ് നിങ്ങളുടെ ഹാലയിൽ ഇതിനുള്ള പ്രൂഫ്. ഓ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഉദാരക സന്ദർഭേ കുറെ വർഷങ്ങൾക്ക് മുന്നേ എന്നിലൂടെ കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കും ഒരുപാട് മിറക്കിൾസ് ചെയ്തു. അതിനിടയ്ക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കാരണം പലപ്പോഴും ഞാൻ ശുശ്രൂഷയിൽ കുറച്ച് ഡ്രൈ ആയി പോയി. പക്ഷേ ഈ ദിവസങ്ങളിൽ ആലയിലെ കർത്താവ് ആലയിലെ അഭിഷിക്തന്മാരിലൂടെ എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഓരോന്നോരോന്നായി കിളിർക്കാൻ തുടങ്ങി ദൈവമക്കളെ. ഓ റീമാന ശാഖാരാമ എന്റെ കഴിവല്ല, ഞാൻ ഡ്രൈ ആണ്, ഞാൻ ഡെഡ് ആണ് എന്ന് പറഞ്ഞവരുടെ നടുവിൽ കർത്താവ് എന്റെ വടി കിളിർപ്പിച്ചു. It is flowering, it's blooming, it is fruits പുറത്തു വരുന്നു. ഉദാരകസ്യ ദേശങ്ങൾ കാണാൻ പോവുക. ഓ റീഖാരാമ നീ ആരാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോവുക. ഈ വടി ഒടിഞ്ഞു പോകുമെന്ന് വിചാരിച്ചു, ഓ ഉണങ്ങി ഒടിഞ്ഞു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ തീ അതിന്മേൽ ഇറങ്ങുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങുമ്പോൾ, ദൈവശക്തി ഇറങ്ങുമ്പോൾ ആ കലാരവ ശന്തരമേ ആ വടി കിളിർക്കും. പ്രഭുക്കന്മാരുടെ വടിയും അവിടെ കൊണ്ടുവച്ചല്ലോ, എന്തുകൊണ്ട് അത് കിളിർത്തില്ല? ഹല്ലേലൂയ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അതാണ്. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തെങ്കിൽ നമുക്ക് വിരോധമായി നിൽക്കാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല ദൈവമക്കളെ. ഓ ആരാണോ നമ്മളെ ഒറ്റപ്പെടുത്തിയത്, ആരാണോ നമ്മളെ നിന്ദിച്ച് അപമാനിച്ചത്, ഹല്ലേലൂയ അവരുടെ നടുവിൽ ഈ ദിവസങ്ങൾ ചില ഹല്ലേലൂയ കിളിർപ്പുണ്ടാകാൻ പോവുക. എത്ര പേർ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ അത് നമ്മുടെ ബിസിനസ് മേഖലകളിൽ ഉണ്ടാവും, മിനിസ്ട്രിയിൽ ഉണ്ടാവും, ശുശ്രൂഷകളിൽ ഉണ്ടാവും, നമ്മുടെ സ്റ്റഡീസിൽ ഉണ്ടാവും, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാവും. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ കഥകൾ മാറ്റി എഴുതാൻ പോവുക. ചിലർ നമ്മളെ നോക്കി പറയും, ഇവർക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു മാറ്റമുണ്ടായി, എങ്ങനെയാണ് ഇവരിലൂടെ ഇപ്പൊ ഇത്രയും പ്രവൃത്തികൾ നടക്കുന്നത്? അത്ഭുതകരമായ ദിവസങ്ങൾ ചിലര് നമ്മളെ നോക്കി പറയാൻ പോവുക. ഓ റീഖാലസ്യ നിങ്ങളെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? ആ സമാഗമന കൂടാരത്തിൽ നിങ്ങളുടെ വടി ഹല്ലേലൂയ കൊണ്ടുവെക്കുമോ? ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിന്റെ ചുവട്ടിൽ നിങ്ങൾ ഇരിക്കുക. ഹല്ലേലൂയ കർത്താവ് വൻ കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പോവാ ദൈവമക്കളെ. ഓ റീമാന ശേഖോ റസിഖാലമ തള്ളപ്പെട്ട, നിന്ദിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട അഹരോന്റെ വടിയെ തള്ളിയവരെ ഹല്ലേലൂയ കർത്താവ് വിളിച്ചു. ഹല്ലേലൂയ അവനെ വിളിച്ചു. കർത്താവ് കൂടാരത്തിനകത്തിരുത്തി. അടുത്ത പകലിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോശേ നീ കയറി നോക്ക്. ഹല്ലേലൂയ നീ പോലും ആശ്ചര്യപ്പെടും, നീ പോലും അറിയാത്ത പ്രവൃത്തി അകത്ത് നടക്കും. നോക്കിക്കേ, മോശയ്ക്ക് പോലും അറിയത്തില്ലായിരുന്നു എന്ത് സംഭവിക്കുമെന്ന്. ഹല്ലേലൂയ കാരണം അതിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്ന വടികളെല്ലാം ആ 12 ഗോത്രത്തിലെ പ്രഭുക്കന്മാരുടെ വടികളായിരുന്നു. ഓ വടിയെ നമ്മൾ അധികാരത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ ട്രൂ അതോറിറ്റി ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത്, ദൈവത്തിന്റെ അതോറിറ്റി ഉള്ളിടത്ത് ഹല്ലേലൂയ കിളിർപ്പുകൾ ഉണ്ടാവും. ഹല്ലേലൂയ ഓ അതാണ് നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ
ധ്യാനിച്ച വചനം യെശയ്യാവ് 11:1. ഹല്ലേലൂയ. നമ്മുടെ വടികൾ ഈ ദിവസങ്ങൾ സംസാരിക്കാൻ പോവുക, ചിലത് പ്രവർത്തിക്കാൻ പോവുക, ചില ദൈവ പ്രവൃത്തികൾ നമ്മളിലൂടെ വീണ്ടും നടക്കാൻ പോവുക. ഈ റഹബോത്ത് മീറ്റിംഗിനകത്ത് അനു സിസ്റ്റർ മാത്രമല്ല, ഇനി അനേകർ ഇതിനകത്ത് വന്ന് സാക്ഷ്യം പറയാൻ പോവുക ദൈവമക്കളെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പല വിടുതലുകൾ നടക്കുക, പല അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുക. ചിലരെ തളർപ്പിക്കുന്ന ദൈവശക്തി ഇപ്പോൾ ഇറങ്ങി വരികയാണ്. ചില വടികൾ ഹല്ലേലൂയ ചലനം നടന്നുകൊണ്ടിരിക്കുകയാണ്, ചില ശരീരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ നിന്ദയുടെ അപമാനത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ഇറങ്ങുക. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും പ്രഭുക്കന്മാരെന്ന്, നമുക്ക് വിരോധമായി ഇത് ഉണങ്ങിയ വടിയെന്ന് തള്ളപ്പെട്ട് പറഞ്ഞ പ്രഭുക്കന്മാരുടെ നടുവിൽ നമ്മുടെ വടി കിളിർക്കാൻ പോവുക. ഒരു മനുഷ്യനുമല്ല നമ്മളെ കിളിർപ്പിക്കുന്നേ മക്കളെ. ഒരു മനുഷ്യന്റെ ഇടപെടൽ കൊണ്ടോ, ഒരു ഹോൾഡ് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ചർച്ചിന്റെ മെമ്പർഷിപ്പ് കൊണ്ടോ ഒന്നും നമ്മുടെ വഴി കിടക്കത്തില്ല. കർത്താവ് ഈ മീറ്റിംഗിനകത്ത് ഇന്ന് രാത്രി കടന്നു വന്നവർ ഹല്ലേലൂയയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, യു ആർ എ സൈൻ ആൻഡ് വണ്ടർ. നമ്മൾ ഓരോരുത്തരും 2026 ഒരു അടയാളമായിരിക്കും. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ സഭയുടെ നടുവിൽ we are going to be a sign and wonder. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കർത്താവേ, വചനത്തിന്റെ ശക്തി ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ ഇപ്പൊ ഇറങ്ങുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തി ഞങ്ങളുടെ അഭിഷേകയുടെ മേൽ ഇറങ്ങുന്നതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ ആ സമാഗമന കൂടാരത്തിൽ ഞങ്ങളെ കൊണ്ട്, ഞങ്ങളാകുന്ന വഴികളെ കൊണ്ട് വെക്കുന്ന കർത്താവേ, ഞങ്ങളെ തലപ്പിടിക്കുന്നതിനായി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തുവാൻ ഞങ്ങൾക്ക് വിരോധമേ ആര് സംസാരിച്ചാലും, ആര് പ്രവർത്തിച്ചാലും ഞങ്ങൾക്ക് വിഷമമില്ല കർത്താവേ. ആരെങ്കിലും മറ്റുള്ളവർ കാണത്തക്ക വിധം ഞങ്ങളുടെ ശത്രുവിന്റെ നടുവിൽ മേശ ഒരുക്കാൻ പോകുന്നതിനാ എന്റെ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഇന്ന് രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും വീണ്ടും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സകല പ്രാർത്ഥനയാചനയെ പറ്റിക്കിട്ട് കൃപയ്ക്കായി സ്തോത്രം. സാധു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ അതി പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഓക്കെ, നമ്മുടെ കർത്താവ് നമ്മളിന്ന് രാത്രി ശുശ്രൂഷിക്കുന്ന ലിവൻ പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിന്റെ ദാസൻ നമ്മളെ ശുശ്രൂഷിക്കും. ഒരു കാര്യം കൂടെ നിങ്ങളോട് ഷെയർ ഉണ്ടായിരുന്നു, പക്ഷെ ടൈമില്ല. എനിവേ, വരും ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം മീറ്റിങ്ങിൽ ഉള്ളപ്പം ഒരു വലിയൊരു ആത്മീയ രഹസ്യം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. എനിവേ, ലെറ്റ് us welcome ലിവിൻ പാസ്റ്റർ ടു ദിസ് റഹബോത്ത് സൂപ്പർനാച്ചുറൽ ഗ്ലോബൽ പ്രയർ മീറ്റിംഗ്. നമ്മളവിടെ എപ്പോഴും ശുശ്രൂഷിക്കുന്ന ഒരു പാസ്റ്ററാണ് ലിവിൻ മാർക്ക് പാസ്റ്റർ. വി ഓൾ നോ. അപ്പം കർത്താവിന്റെ ദാസനെ കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. കർത്താവിന്റെ ദാസൻ നമ്മളെ ഇപ്പൊ ശുശ്രൂഷിക്കുക. എല്ലാവരും പ്രാർത്ഥനയോടും കൂടി ഇരുന്നാട്ടെ. ആമേൻ, ആമേൻ.